welcome back to another video from the Netters. And this is ഏത് ഡേ അന്ന് സ്കൂളിൽ പോകാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു പിടിയുമില്ല. ഐ തിങ്ക് ദിസ് ഇസ് മൺഡേ അല്ലേ? മൺഡേ, യെസ്. അല്ല, ട്യൂസ്ഡേ. മൺഡേ ഞാൻ എറണാകുളത്ത് പോയിട്ട് വന്ന ക്ഷീണത്തിൽ, സൺഡേ ആണ് എറണാകുളത്ത് പോയത്, മൺഡേ ഫുൾ ഉറക്കമായിരുന്നു. അപ്പോൾ ദിസ് ഇസ് ട്യൂസ്ഡേ മോർണിംഗ് വ്ലോഗാണ് കേട്ടോ. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ ഞാൻ എണീക്കുന്നത് ആഫ്റ്റർ 10 o'clock ആണ്. ആകെ EKM പോയ ദിവസം മാത്രമേ 4 മണിക്ക് എണീറ്റുള്ളൂ. അന്ന് 5 മണിക്കായിരുന്നു വണ്ടി. പിന്നെ അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോ എടുക്കാറുന്നതേ, അതിലെടുക്കാനും വേണ്ടി ഒന്നും ഇല്ലായിരുന്നടാ, ബിലീവ് മീ. പിന്നെ വയ്യാണ്ടിരുന്ന ആൻറ്റീനെ കാണാനാണല്ലോ പോയത്. അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയത്. ഉച്ചയ്ക്ക് ഓർഡർ ചെയ്ത് ബിരിയാണി കഴിച്ചു. പിന്നെ ടാക്സിയിൽ കയറിയിരുന്ന് മുറുമുറെന്ന് പറഞ്ഞ് നല്ല രീതിക്ക് ഉറങ്ങി ഇങ്ങ് വീട്ടിലെത്തി. ഇന്ന് രാവിലെ ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എണീറ്റതേ താമസിച്ചാണല്ലോ. ഞാൻ മാത്രമല്ല കേട്ടോ, മക്കളും എണീറ്റത് താമസിച്ചാണ്. അപ്പോൾ ഞാൻ ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി വരുന്ന സമയത്തിന് അമ്മ അവർക്ക് പാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കോഫി ഇട്ടിട്ട് അതിന് കൂടെ തന്നെ ഉപ്പുമാവ് ചെയ്യാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഇനി ഉണ്ടാക്കാൻ പറ്റുന്നത് ഉപ്പുമാവാണ്. പുട്ടിനാണെങ്കിൽ തേങ്ങ തിരികെയൊക്കെ എടുക്കണ്ടേ. ഉപ്പുമാവാണെങ്കിൽ ഏത്തപ്പഴവും പഴവും ഒക്കെ ഇരിപ്പുണ്ട്, എല്ലാം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി ഫ്രിഡ്ജിൽ തപ്പിയപ്പോഴത്തേക്ക് എനിക്കൊരു ക്യാരറ്റ് കിട്ടി. ആദ്യം ഞാൻ ഒരു സവാള എടുത്ത് അരിയാൻ വെച്ചതാണ്. ക്യാരറ്റ് തപ്പി പോയപ്പോഴത്തേക്ക് എനിക്ക് അരിഞ്ഞൊരു സവാളയുടെ ബാക്കി കിട്ടി, അതും എടുത്തു. പിന്നെ മൺഡേയും ഇവിടെ കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. സൺഡേ അല്ലെങ്കിൽ ഞാനുണ്ടെങ്കിൽ തന്നെ ഇറച്ചിക്കറി ഒത്തിരി എന്നല്ല, ഒരു ദിവസത്തേക്കും കൂടെ എന്തായാലും കാണും. അത് ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നലെ ഇവിടെ വന്ന് അങ്ങ് ഫുള്ള് റെസ്റ്റായിരുന്നു. അമ്മയ്ക്ക് ചോറ് മാത്രമേ വെക്കേണ്ടി വന്നുള്ളൂ. ബീഫ് കറി ഉണ്ടായിരുന്നേയും കൂട്ടി കഴിച്ചു, ഉറങ്ങി. പിന്നെ എണീറ്റപ്പോഴത്തേക്കാണ് പെരുന്നാളാണല്ലോ എന്നൊക്കെ ഓർമ്മ വന്നിട്ട് രാത്രി ഒരു സൂഫി മന്തി മേടിച്ച് കഴിച്ചത്. ഉപ്പുമാവിൽ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ, ഒരു കളർ കുറവ് പോലെ തോന്നും. ആകെ ഉണ്ടായിരുന്ന ക്യാരറ്റും പിന്നെ ഈ സവാളയും കൂടെ എടുത്തു. ക്യാരറ്റ് അത്രയും വലുതൊരെണ്ണം വേണ്ടാന്ന് തോന്നിയിട്ട് അതിൻ്റെ പകുതി എടുത്തു. ഇനി ഇത് കുനുകുനുകുനുകുന അരിഞ്ഞ് നമ്മൾ സാധാ എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഉപ്പുമാവിൽ ഇത്തിരി എന്താ പറയുന്നത്, കപ്പലണ്ടിയും കാഷ്യൂനട്ട്സും ഇതൊക്കെ ഇടുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ ആ ഡബ്ബാസ് എല്ലാം കാലിയായിരിക്കുന്നു. എല്ലാം അരിഞ്ഞൊതുക്കി റെഡിയാക്കിയപ്പോഴത്തേക്കാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. എണ്ണക്കുപ്പി രണ്ടും കാലിയായിട്ടിരിക്കുന്നു. അങ്ങനെ അമ്മ എണ്ണ മേടിക്കാൻ പോയി. അപ്പോൾ പിന്നെ നമുക്ക് ഇന്നത്തെ കടൽ ഓഫ് ദ ഡേ എടുത്ത് കളയാമെന്ന് കരുതി. ഉച്ചയിൽ വെയിലടിക്കുമ്പോൾ എണീക്കുന്നത് കൊണ്ട് അവിടെ അങ്ങനെ അത്ര നേരം നിൽക്കാൻ പറ്റിയില്ല. നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ബ്രൈറ്റ്നസ് ആ ഏരിയയിൽ എപ്പോഴും കുറയ്ക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഈ 9 മണിയൊക്കെ കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വിജിലമ്പിച്ച് നിൽക്കുന്നല്ല, വെട്ടമായിട്ട് വെയിലുമായിട്ട്. അപ്പോൾ അതാണ് ആ വിഷ്വലിൽ വെയിൽ കുറവുള്ളതുപോലെ തോന്നുന്നത്. എന്നാലും നല്ല വെയിലായിരുന്നു. പോരാത്തതിന് അടിവാതിലും തുറന്നാൽ കടവാതിൽ ഇറങ്ങി വന്നത് ഞാനും കണ്ടില്ല. അപ്പോൾ അവൻ ഇനി അവിടെ നിന്നാൽ ആ വെയിലത്ത് തന്നെ നിൽക്കും, ഇങ്ങോട്ട് വരത്തില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കി ലില്ലിയമ്മച്ചി എന്നെ തൊണ്ടുവോ സേറ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ച് എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവന് കേട്ട് ഞാനിങ്ങ് താഴത്തോട്ട് ഇറങ്ങി. അപ്പോഴേക്കും അമ്മ എണ്ണയും കൊണ്ടുവന്നു കേട്ടോ. ഈ എണ്ണയുടെ പാക്കറ്റ് എല്ലാം ഈ ഒരു ഡബ്ബയിലിട്ട് വെക്കുന്നത്, ഇത് കുക്കുവിൻ്റെ സ്നാക്സ് ബോക്സാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. നമ്മുടെ ഈ അയണിൻ്റെ പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എണ്ണ തേച്ച് വെക്കണം എന്ന് എനിക്കിപ്പോൾ ഒരു പുതിയൊരു അറിവ് കിട്ടി, നല്ലപോലെ ഇരിക്കാനായിട്ട്. അതായത് അതിങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് തുരുമ്പൊക്കെ ഇളകാതിരിക്കാൻ. അപ്പോൾ ഈ പാക്കറ്റ്സ് ഞാനിങ്ങനെ ഈ ഡബ്ബയിൽ ഇട്ട് വെച്ചിരിക്കും. ഓരോ തവണ നമ്മൾ മീനൊക്കെ വറുത്ത് കഴിഞ്ഞ് ആ പാത്രം കഴുകി വെക്കുമ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ ഈ ഒരു പാക്കറ്റ് എടുത്ത് പൊട്ടിച്ച് അതിൽ മൊത്തം ഇങ്ങനെ തടവി അങ്ങനെ അങ്ങ് വെച്ചിരിക്കും. അപ്പോൾ ഞാൻ ഈ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ആ കടായി വെച്ചു. അതിലേക്ക് ഇപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. അല്ല, കോക്കനട്ട് ഓയിലല്ല, സൺഫ്ലവർ ഓയിലേ അമ്മയ്ക്ക് കിട്ടിയുള്ളൂ. കോക്കനട്ട് ഓയിൽ കിട്ടിയില്ല. ഇന്ന് മീൻ വറുക്കണമെങ്കിൽ കോക്കനട്ട് ഓയിൽ വേണം. അത് ഇത്തിരി അപ്പുറത്തെ കടയിൽ നിന്ന് കിട്ടും. അമ്മ ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. എണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ടു. അരിഞ്ഞു വെച്ചിരുന്ന സവാളയും ക്യാരറ്റും കൂടിയിട്ട് എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിനെ നല്ലപോലെ വഴറ്റി ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ച്, റവ ഏതളവിലെടുക്കുന്നോ അതേ അളവിൽ ഞാൻ വെള്ളം എടുക്കും. എന്നിട്ട് ആദ്യം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ടാണ് റവ ഇടുന്നത്. നെയ്യില്ല കേട്ടോ, നെയ്യ് തീർന്നു പോയി. ഞാൻ പറഞ്ഞില്ല, എല്ലാം തീർന്നിരിക്കുക.
പിന്നെ മേടിക്കാത്തത് നമ്മൾ ഫ്രൈഡേ ട്രിച്ചിക്ക് പോവുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് മേടിക്കാമെന്ന് കരുതി ഒരു ചെറിയൊരു ട്രിപ്പ്, ഒരു വേളാങ്കണ്ണി ട്രിപ്പ് എല്ലാം ഉണ്ട്. അതിൻ്റെത് ഞാൻ ലോങ് വീഡിയോ ചെയ്യാം കേട്ടോ. എറണാകുളത്ത് പോയതിൻ്റെ ലോങ് വീഡിയോ ഇല്ലാത്തതിന് ഇതിലെനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എന്നെ എടുക്കാൻ വേണ്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ നെക്സ്റ്റ് ട്രിപ്പിൻ്റെ ലോങ് വീഡിയോ എടുക്കാം. സാധനങ്ങളൊക്കെ പോയിട്ട് വന്നിട്ട് മേടിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ 2 ദിവസം കൂടെയല്ലേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഉപ്മാവ് ദേ റെഡി ആവുന്നു. ഞാൻ ഇന്നത്തെ ലോങ് വീഡിയോയിൽ പറയാമെന്ന് ഏറ്റിരുന്നൊരു കാര്യമുണ്ട്, ഞാൻ എങ്ങനെയാണ് ഡെലിവറി കഴിഞ്ഞിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. ആക്ച്വലി വലിയ സംഭവമൊന്നുമില്ല, ഞാൻ വലുതായിട്ട് ഡയറ്റിംഗ് ഒന്നും എടുത്തിട്ടില്ല. നിങ്ങൾ മുമ്പത്തെ ലോങ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഉലുവയും ജീരകവും ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ കുടിക്കുന്നത് വെയിറ്റ് കുറയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ. അത് 3 മാസത്തിൽ ഞാൻ നിർത്തുകയും ചെയ്യും. പിന്നെ നിലുവിൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ചുളുങ്ങി ചുണ്ണാമ്പ് മാതിരിയായിരുന്നത്. കാരണം എനിക്ക് കോവിഡായിരുന്നു. ആ സമയത്ത് കോവിഡൊക്കെ കഴിഞ്ഞു, കോവിഡ് വേവൊക്കെ കഴിഞ്ഞു. എൻ്റെ അറിവിൽ ഈ പരിസരത്ത് ആർക്കും കോവിഡില്ല. മെഡിസിറ്റി ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ടി മാത്രമായിട്ടായിരുന്നു ഒരു റൂമും ഒരു തിയേറ്ററും ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. എനിക്ക് മാത്രമേ കോവിഡ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നിലുവിൻ്റെ പ്രഗ്നൻസിയും ഡെലിവറിയും തന്നെ എനിക്ക് വലിയൊരു വെയിറ്റ് ലോസ് ജേർണി ആയിരുന്നു. പ്രഗ്നൻ്റ് ആയതിൻ്റെ ഒരു 6ാമത്തെ ആഴ്ച തുടങ്ങിയ ഛർദിൽ ഞാൻ 6 മാസം വരെ നല്ല രീതിക്ക് അങ്ങോട്ട് ഛർദ്ദിച്ചു. ഛർദിൽ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ചാക്കോടത്ത് ഹോസ്പിറ്റലിൽ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ ഞാനിങ്ങനെ പോയി ട്രിപ്പൊക്കെ ഇട്ട് കിടക്കുമായിരുന്നു. പിന്നെ അത് കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട് ഡോക്ടർ എനിക്ക് കീമോ പേഷ്യൻസിന് കൊടുക്കുന്ന, വായിൽ വെക്കാൻ കൊടുക്കുന്ന സ്ട്രിപ്പൊക്കെയാണ് എഴുതി തന്നുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് എനിക്ക് ഛർദിലായിരുന്നു. പിന്നെ കുക്കുവിൻ്റെ ടൈമിൽ ഛർദിലുണ്ടായിരുന്നു, പക്ഷേ വൈകുന്നേരം മാത്രമായിരുന്നു. പിന്നെ അത് ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് 2 വീട്ടിൽ നിന്നും ഒടുക്കത്തെ കെയറിങ് ആയതുകൊണ്ട് കുറച്ച് വെയിറ്റൊക്കെ ആ ടൈമിലുണ്ടായിരുന്നു. അന്ന് ഞാൻ ഫുഡിൽ ചെയ്ത കൺട്രോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് ഒരു കിണ്ണി ഞാൻ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബൗൾ. ഇതൊരു ബൗൾ മെത്തേഡ് എന്ന് ഞാൻ അതിന് ഇട്ട പേരാണ് കേട്ടോ. എന്ത് കഴിച്ചാലും ആ ഒരു കിണ്ണി നിറച്ച്, ചോറാണെങ്കിൽ അത്, അല്ല ദോശയോ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ 2 ദോശ, എന്നിട്ട് നിറച്ച് സാമ്പാർ അങ്ങോട്ട് ഒഴിക്കും, ആ ഒരു ഇത് നിറയുന്നത് വരെ. പിന്നെ ആ ടൈമിൽ ഞാനിങ്ങനെ മൈൻഡിൽ വെച്ചിരുന്നത് ഈറ്റ് ത്രൈസ്, 3 മീൽസ് മാത്രം. അതിനിടയിൽ എന്തെങ്കിലും കഴിക്കുന്നെങ്കിൽ അത് ഫ്രൂട്ട്സും ആയിരിക്കും. കാരണം ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞ് നമുക്ക് ഇത്തിരി വയറൊക്കെ ചാടുമ്പോഴത്തേക്ക് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരിത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ടൈമിലാണ് നമുക്ക് എങ്ങനെയും വണ്ണം കുറയ്ക്കണം എന്ന് തോന്നുന്നത്. 2ാമത്തെ പ്രഗ്നൻസിയും ഡെലിവറിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കങ്കാരു പൗച്ചുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് പോയിക്കോളും. പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ടേ തോന്നത്തില്ല. കുക്കു സാർ അടുക്കളയിൽ കക്കാൻ കയറി എന്നുള്ളതിൻ്റെ സിമ്പലാണ് ആ വീണ പാത്രം. സ്നാക്സ് ബോക്സ് തുറന്നിട്ട് ആ ഡബ്ബ അല്ല കുപ്പി, അത് തുറന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് എന്തൊക്കെയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ചോറ് എടുക്കാനായിട്ട് അമ്മ പോകുന്നുണ്ട്, ചോറ് കൊടുക്കാനായിട്ട്. അത് കേട്ട പാതിയാണ് പോയി അതൊക്കെ എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ പിള്ളേർക്ക് ഉപ്മാവ് കൊടുത്തിട്ട് ഞാനും അമ്മയും കൂടെ അതേ ബാക്കിൽ പുറകിൽ വന്നിരുന്ന് ഉപ്മാവ് കഴിച്ചു. നിലു അവിടെ ഉണ്ട്, ബക്കറ്റിലെ വെള്ളമൊക്കെ തുറന്ന് വിട്ടുകൊണ്ടിരിക്കുക. ഞാൻ അതിനവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഉപ്പുമാവ് തിന്നുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്നൊരു കഥയുണ്ട് കേട്ടോ. പണ്ട് ഞാൻ 10th പഠിക്കുമ്പോഴുള്ള എൻ്റെ പ്രേമം വീട്ടിൽ പൊക്കിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഞാൻ മാറാനായിട്ട് എൻ്റെ അമ്മയും അപ്പനും കൂടെ എന്നെ പോട്ടെ ധ്യാന കേന്ദ്രം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അവിടെ കൊണ്ടുപോയി. അവിടെ നമുക്ക് 2ാമത്തെ ദിവസം രാവിലെ ഉപ്പുമാവായിരുന്നു. ലിറ്ററലി ഉപ്പ് മാവ്, വായിൽ വെക്കാൻ പറ്റാത്തത്ര ഉപ്പ്. അങ്ങനെ അന്ന് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഒരു ചേച്ചി ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ആ ചേച്ചീനെ ഞാൻ ഇന്ന് ഓർക്കാൻ കാരണം ആ ചേച്ചിയുടെ വിരലിലാണ് നഖം കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് എനിക്ക് നഖം വളർത്തണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത്. നല്ല നീളത്തിലുള്ള നഖമായിരുന്നു. ആ ഉപ്പുമാവ് ഞങ്ങൾ കഴിക്കാൻ ഒരുപാട് പാടുപെട്ടു, അത്രയ്ക്ക് ഉപ്പായിരുന്നു. ഞാനും അമ്മേൻ്റെ ഉപ്മാവൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മ അരി കുക്കറിലേക്ക് ഇട്ടു. ഒരു 3 മീൻ ഫ്രിഡ്ജിലിരുന്നത് നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചു കാണാം. ഞാനത് മെൽറ്റ് ചെയ്യാനായിട്ട് ഈ സിങ്കിലോട്ട് എടുത്ത് വെച്ചിരുന്നു. മൊത്തത്തിൽ 5 മീനുണ്ടായിരുന്നു. 2 എണ്ണം ഞാൻ നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് 3 എണ്ണം എടുത്തു. ഇതിന്ന് കുറച്ച് പൊരിച്ച് കുറച്ചൊരു തേങ്ങ അരച്ച കറിയും വെക്കണം. മമ്മി ഇവിടെ ഉണ്ടായിരുന്നപ്പോഴേ ഈ മീൻ മുറിക്കുന്നുണ്ടപ്പം ഞാനാണ് മീൻ കട്ട് ചെയ്യുന്നതെങ്കിൽ അലന് വാലാണ് ഇഷ്ടം, പൊരിച്ചതായാലും കറിയിലതായാലും. അപ്പോൾ ഞാൻ മുറിക്കുവാണെങ്കിൽ വാൽ ഭാഗത്ത് കൂടുതലും തലഭാഗത്ത് കുറച്ചായിട്ടായിരിക്കും മുറിക്കുന്നത്. ഡാഡ നേരെ തിരിച്ചാണ്, ഡാഡയ്ക്ക് കറിയിലെ ആയാലും വറുത്തതായാലും തല തിന്നാനാണ് ഇഷ്ടം. ഇപ്പോൾ മമ്മിയാണ് മീൻ മുറിക്കുന്നതെങ്കിൽ തലേൻ്റെ ഭാഗത്ത് കുറച്ച് മാംസം കൂടുതലും വാലിൻ്റെ ഭാഗത്ത് കുറവുമായിരിക്കും. കഴിക്കാനിരിക്കുമ്പോൾ തന്നെ അലനും ഡാഡയ്ക്കും ഒക്കെ ഏകദേശം ആരാണ് ഇന്ന് മീൻ വെട്ടിയതെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതിന്ന് ഞാൻ 2 വാല് വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്, കുക്കു സാറിനും അലനും കൂടെ കൊടുക്കാനായിട്ട്. എനിക്ക് വറുത്തതില്ലേലും ഒക്കെയാണ്. കറിയിൽ കിടക്കുന്ന തലയുണ്ടല്ലോ, അപ്പോൾ വറുക്കാനായിട്ട് ഞാൻ ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്തിരി കളറിന് കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം വിനാഗിരിയിൽ നന്നായിട്ടൊന്ന് കുഴച്ച് ആ 2 വാലും എടുത്ത് നന്നായിട്ട് ഇതിൽ അരപ്പ് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്.
ഈ ഒരു ബൗള് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നതാണ് ആമസോണിൽ നിന്ന്. ഞാനിതൊരു വലിയ ബൗളാണെന്ന് കരുതി ഓർഡർ ചെയ്തതാണ്, പക്ഷേ വന്നത് ഈ കുഞ്ഞു ബൗളാണ്. അതും വന്നത് DTDC വഴിയൊക്കെയാണ് വന്നത്. ഞാൻ റിട്ടേൺ കൊടുത്തപ്പോഴത്തേക്ക് അതിൽ കാണിച്ചത് ഞാനായിട്ട് ഇത് തിരിച്ച് എവിടെയോ കർണാടകയോ ബാംഗ്ലൂരോ ഏതാണ്ട് ഒരു സ്ഥലത്ത് എത്തിക്കണമെന്നാണ്. അപ്പോൾ എനിക്കത് അങ്ങോട്ടേക്ക് ഇനി ഞാൻ പോയി അയക്കാമെന്നുള്ളത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ റിട്ടേൺ ചെയ്തില്ല. അങ്ങനെ അതിൻ്റെ റിട്ടേൺ വിൻഡോ ക്ലോസ് ആയി. അതിപ്പോൾ നമ്മുടെ കയ്യിലുമായി. മീൻകറി ഉണ്ടാക്കാനായിട്ട് അമ്മ തിരികെ തന്ന തേങ്ങയിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടു, ഇത്തിരി കാശ്മീരി മുളക് പൊടി കളറിന്. എന്നിട്ട് അതിലേക്ക് ഇതേ വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ ഇരിക്കുന്നത്. മാങ്ങയിട്ട് കറി വെക്കാനായതുകൊണ്ടാണ് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് അരയ്ക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കറി വെക്കുമ്പോൾ പുളിവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ജാറിൽ അരച്ച കൂട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് മാറ്റാം. ജാറ് കഴുകിയ ഇത്തിരി വെള്ളവും കുറച്ച് കറിവേപ്പിലയും ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ മേലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നല്ല രീതിക്ക് തിളപ്പിച്ചെടുക്കാം. ആദ്യം തിള വരുമ്പോൾ ഇതിലേക്ക് ഉപ്പും മാങ്ങയും ഇട്ട് വേവിച്ചിട്ട് പിന്നീടാണ് മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കറിക്ക് നിറം പോരാന്ന് തോന്നിയിട്ട് ഞാൻ ഇത്തിരി കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ നമ്മൾ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യുന്നത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോട്ടയിൽ പ്രേമം മാറ്റാനായിട്ട് പോട്ടയിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് വന്ന ഞാനുണ്ടല്ലോ, അന്നത്തെ എൻ്റെ ആ കാമുകന് കയ്യിൽ ജീസസിൻ്റെ പടമുള്ള ചെയിനും പിന്നെ ഒരു കൊന്തയൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. പിന്നെ കുറേ നാൾ ഞങ്ങൾ ഒരുപോലത്തെ 2 കൊന്തയും 2 ചെയിനും ഒക്കെ ഇട്ടിട്ട് നടന്നു. ഇനി ഇതിലും രസമാണ് എൻ്റെ അപ്പുറത്തിരുന്ന ചേച്ചിയുടെ കഥ. ഞങ്ങൾ അങ്ങനെ കമ്പനിയായി കേട്ടോ. ആ നഖം കണ്ട് സംസാരിച്ച് ഈ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടോ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയും ആ ചേച്ചീനെയും ധ്യാനത്തിന് കൊണ്ടുവന്നത് ഒരേ കാര്യത്തിനായിരുന്നു, ഇതുപോലെ പ്രേമം പൊക്കിയിട്ട്. ആ ചേച്ചി അവിടുന്ന് പോകുന്നതിന് മുമ്പ് പിന്നെ നമുക്ക് കുറച്ച് ടൈമൊക്കെ കിട്ടുമല്ലോ, കുമ്പസാരിക്കാനൊക്കെ പോയി ലൈനായിട്ടൊക്കെ നിൽക്കാൻ പറയും. അതെന്ന് പറഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും. അപ്പം നമുക്ക് ഇഷ്ടംപോലെ കഥ പറയാനുള്ള ടൈം കിട്ടും. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഞാൻ ഞെട്ടിയത് ചേച്ചി പറഞ്ഞത് കേട്ടിട്ടാണ് കേട്ടോ. ചേച്ചി ഇപ്പോൾ ധ്യാനത്തിന് വന്നേക്കുന്നത് തന്നെ പുള്ളീനോട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ചേച്ചി ഇറങ്ങും, അവിടുന്ന് ചേച്ചീനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ധ്യാനത്തിന് വന്നേക്കുന്നത് കൊണ്ട് ഒരാഴ്ചത്തെ ധ്യാനമാണ് കേട്ടോ. ഡ്രസ്സൊക്കെ ആവശ്യത്തിന് പെട്ടിയിലുണ്ട് താനും. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയാനായിട്ട് ഫോൺ നമ്പറൊന്നും മേടിക്കാൻ അന്ന് ഈ പരിപാടിയൊന്നും ഇല്ലല്ലോ ആരുടെയും കയ്യിൽ. അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വിളിച്ചൊക്കെ തിരക്കിയേനെ, നിങ്ങൾ പോയോ എന്തായെന്നൊക്കെ. ഇനിയിപ്പോൾ ഈ വീഡിയോ ഒക്കെ പുള്ളിക്കാരത്തി കാണുമെന്ന് എനിക്കറിയത്തില്ല. കാണുന്നുണ്ടെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നല്ലൊരു വൈബായിരിക്കും. പിന്നെ അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉള്ളത് എന്തെന്ന് വെച്ചാൽ എനിക്ക് ലൂസിഫറിലെ ഡയലോഗാട്ടോ ഓർമ്മ വന്നത്. ഞാൻ കെട്ടിയ പോലെ ഒരാളായിരിക്കണം എന്നില്ലല്ലോ ചേച്ചി കെട്ടിയത്. ഓപ്പണായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലോ. അരപ്പ് തിളയ്ക്കുന്ന ടൈം കൊണ്ട് ഞാൻ ഫ്രിഡ്ജിലിരുന്ന് ഒരു ബീട്രൂട്ട് എടുത്ത് ചീകി എടുത്തു കേട്ടോ. വെജിറ്റബിളായിട്ടിരുന്ന് ഞാൻ ബീട്രൂട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. മാങ്ങയും പച്ചമുളകും അരിഞ്ഞത് കറിയിലേക്ക് ഇട്ടു. അപ്പോഴേക്ക് ചോറുമായി. ഇത്രയും സമയം മതി കേട്ടോ ചോറ് റെഡിയാവാനായിട്ട്. അമ്മ ഇത് റേഷനരിയും വിലയരിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചോറ് വെക്കാറുള്ളത്. തീ ഒന്ന് തീ മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് വിസിലടിക്കാൻ പരുവത്തിനാവുമ്പോൾ തീ നല്ല സിമ്മിലാക്കും. എന്നിട്ട് ഇതുപോലെ 1-2 വിസിലടിക്കുമ്പോഴത്തേക്ക് ഓഫ് ചെയ്ത് ഇത്തിരി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ എയർ കളഞ്ഞ് നമുക്ക് അടച്ചിടാം. ചോറ് നല്ല രീതിക്ക് വെന്ത് കിട്ടും. മാങ്ങയും പച്ചമുളകും ഒക്കെ കൂടെ നല്ലപോലെ തിളച്ച് വരണം. അപ്പോഴത്തേക്ക് നമുക്കിതേ വറുക്കാനുള്ള മീനിൻ്റെ പാത്രം അപ്പുറത്ത് വെച്ചു. ഇപ്പുറത്ത് ഞാൻ ബീട്രൂട്ട് ചിക്കി എടുക്കാനുള്ള കടായും വെച്ചു. ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. തേങ്ങ ചേർക്കാതെയാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇതിന് രണ്ടിനും ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം എണ്ണ ഒഴിക്കുന്നത് കാണിച്ചതുകൊണ്ടാണ് കേട്ടോ അത് തന്നെ വീണ്ടും കാണിക്കാതിരുന്നത്. അമ്മ എണ്ണ മേടിച്ചുകൊണ്ട് വന്നിരുന്നു, വെളിച്ചെണ്ണ. കറിവേപ്പിലേക്ക് നൈസായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആ 2 വാലും കൂടെ ദേ വറുക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചു. ഇന്നത്തെ എൻ്റെ ഈ ഒരു സെഷനിലെ വീഡിയോസ് മൊത്തം പാളി. ഈ ക്യാമറ ഇങ്ങനെ ചരിയുന്നത് കൊണ്ട് കേട്ടോ. ചില സമയത്ത് ഞാനത് നോക്കാൻ വിട്ടുപോകും. അതിങ്ങനെ വെക്കുന്നത് കറക്റ്റായില്ലെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞു പോകും. എൻ്റെ ഈ ട്രൈപ്പോഡ് ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പരിപാടി എന്ന്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചരിഞ്ഞ് പോകുന്നതെന്ന്. ബീട്രൂട്ട് വഴറ്റിയെടുക്കാനായിട്ടുള്ള സവാള ആഡ് ചെയ്യുന്നതും പുറകെ മഞ്ഞൾപ്പൊടി ഇടുന്നതും മുളക് പൊടി ഇടുന്നതും ഒക്കെ എനിക്ക് മിസ്സായി. ഫ്രെയിമിൽ നിന്ന് അതെല്ലാം പോയി. അപ്പോൾ അതാണ് പരിപാടി. ഇത്തിരി സവാള അരിഞ്ഞത്, സവാളയല്ല ഞാൻ ചെറിയുള്ളിയാണ് എടുത്തത് കേട്ടോ. ബീട്രൂട്ടിന് മാത്രമായിട്ട് മതി എന്നുള്ളതുകൊണ്ട് 2 ചെറിയുള്ളി എടുത്തു. അതൊന്ന് അരിഞ്ഞിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കറിവേപ്പില ഇട്ട് പിന്നെ അതിലേക്ക് ബീട്രൂട്ട് ആഡ് ചെയ്ത് അതിൽ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കറി തിളച്ച് വരുന്ന ഒരു ഗ്യാപ്പിൽ ഞാൻ അവിടെയും ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ ഒരു വശമൊക്കെ ഏതാണ്ട് മുരിഞ്ഞു. ഇനി നമുക്ക് കറിയിലേക്കുള്ള മീൻ ആഡ് ചെയ്ത് കൊടുക്കാം.
പൊരിച്ച 2 വാലിൻ്റെ 2 തലയും പിന്നെ മൂന്നാമതുണ്ടായിരുന്ന മീനിൻ്റെ വാല് ഞാൻ 2 കഷ്ണമാക്കിയിട്ടുണ്ട്. നടുക്കഷ്ണം കുക്കു സാറിന്, വാല് അലനും കൊടുക്കാനായിട്ട് ലഞ്ചിന്. എനിക്കും അമ്മയ്ക്കും ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്കുള്ള തലയാണ് ആ കിടക്കുന്ന 3 തല. ഉച്ചയ്ക്ക് എനിക്കൊന്ന്, അമ്മയ്ക്കൊന്ന്. രാത്രി ഞാൻ ചോറ് എടുക്കാറില്ല, അമ്മയെ എടുക്കത്തുള്ളൂ. അമ്മയ്ക്കൊരു തല രാത്രി. നിലുവിൻ്റെ ചോറിൻ്റെ പരിപാടികളൊക്കെ ലില്യംച്ചിയാണ് നോക്കാറുള്ളത് മിക്ക ദിവസവും. അഥവാ ഇവിടെ ആണെങ്കിലും അവൻ ഈ വറുത്ത മീനെ എടുക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഞാൻ കുക്കൂനും നിലുവിനും കൂടെ ഒരു പൊരിച്ച മീൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അലനും കൂടെ കഴിക്കാനിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് കൊടുക്കും. അപ്പോൾ ഓരോ പിടിയിലും ഓരോ ഇത്തിരി ഇത്തിരി പിച്ച് വയ്ക്കുമ്പോൾ എല്ലാം അങ്ങ് തികഞ്ഞോളും. ഇനി അവരെല്ലാം ഒന്ന് വെന്താൽ മതി. മീൻ്റെ തിരിച്ചിട്ടു. ഇനി ആ സൈഡും കൂടെ മൊരിയുന്ന സമയം കൊണ്ട് നമ്മുടെ ബീറ്റ്റൂട്ടും ആവും, കറിയിൽ കിടക്കുന്ന മീനും വേവും. മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറി ഒന്ന് സിമ്മിലാക്കി വെക്കാം കേട്ടോ. അച്ചാർ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ അരച്ച കറി ആകുമ്പോഴത്തേക്ക് എരിവൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് എരിവും കൂടെ വേണം എന്നുള്ളത് കൊണ്ട് കുറച്ച് മാങ്ങാച്ചാറും കൂടെ എടുക്കാമെന്ന് വെച്ചു. ഞാൻ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി കമൻറ്റിൽ പറഞ്ഞിരുന്നു. മാങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് പുരട്ടി വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണയിൽ കടുകും ഉണ്ടെങ്കിൽ ഒരു 2-3 വെളുത്തുള്ളിയൊക്കെ ഇട്ടോളൂ. ഞാൻ ഈ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുമ്പോൾ വെളുത്തുള്ളിയും കായും ഒന്നും ചേർക്കാറില്ല. ചേർക്കണമെങ്കിൽ ചേർക്കാം. വിനാഗിരിയും അങ്ങനെ തന്നെ. ഞാനിതൊന്നും ചേർക്കത്തില്ല. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിയിടുന്നതിന് മുമ്പ് തീ അങ്ങ് ഓഫ് ചെയ്യും. അതെടുത്ത് മാങ്ങയുടെ പുറത്തോട്ട് ഒഴിക്കും. നമ്മുടെ ഇൻസ്റ്റൻറ്റ് അച്ചാർ, കടുമാങ്ങ അച്ചാർ അങ്ങനെ സെറ്റാവും. സാധനം വെളിയിൽ വെച്ചിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ ഫ്രിഡ്ജിലാക്കിക്കോണം. നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നേരം ഇതുപോലെ എടുത്ത് വെളിയിൽ വെച്ചിരുന്നാൽ മതി. അരി ദേ ഞാൻ വാർത്തിട്ടു. അത് പതുക്കെ തട്ടുന്നത്. ഈ ഊട്ടപാത്രം ഒരു സെറ്റല്ല, അത് 3 പീസാണ്. ആ ഊട്ടപാത്രത്തിൻ്റെ മേലെ വരെ ഹോളുണ്ടല്ലോ, എല്ലാം കൂടെ തട്ടിക്കഴിഞ്ഞാൽ ആ മേലത്തെ ഹോളിൽ നിന്നൊക്കെ ഇങ്ങനെ കഞ്ഞിവെള്ളം താഴോട്ട് പോകും. അങ്ങനെ കുറച്ചാകുമ്പോൾ കറക്റ്റായിട്ട് താഴെ പോകും. ഇനി കഴുകാൻ നമ്മുടെ ഈ കുക്കറും കൂടെ ബാക്കിയുണ്ട്. ഇതും കൂടെ കഴുകി പുറത്ത് ആ വെയിലത്തോട്ട് വെച്ചിരുന്നാൽ ആ സ്റ്റീൽ റാക്ക് രാവിലെ ഞാനും അമ്മയും ഉപ്പുമാവ് കഴിച്ചുകൊണ്ടിരുന്ന വിഷ്വലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെയാണ് ഞാൻ വലിയ പാത്രങ്ങളൊക്കെ ഉണങ്ങാൻ വെക്കുന്നത്. നല്ല വെയിലത്ത് ഉണങ്ങി കിട്ടും. ഒരു ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് എടുത്ത് വയ്ക്കും. അല്ലെങ്കിൽ ചില സമയത്ത് എനിക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒട്ടന്നെ ഞാൻ കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതൊക്കെ അമ്മ പറക്കി വെച്ചിട്ട് വൈകുന്നേരത്തെ ചായയൊക്കെ ഇടും. അപ്പോൾ ഇനി നമുക്ക് ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ മതി. ഈ ക്ലീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു ക്ലീനിങ്ങിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഞാൻ ക്ലീനിങ് വ്ലോഗ് ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. ആക്ച്വലി ഞാൻ ക്ലീനിങ് ഒക്കെ ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ കാണിച്ചിരുന്നു. ആ ടൈമിലെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മിക്കപ്പോഴും ഞാൻ പറയുമായിരുന്നു എനിക്ക് തുമ്മലാണ്, ഭയങ്കര തുമ്മലായിരുന്നു, അലർജി ആയിരുന്നു, മൂക്കടപ്പാണ്. ഇപ്പോൾ അത് ഞാൻ പറയാത്തതിൻ്റെ റീസൺ ഞാനത് ചെയ്യാത്തതുകൊണ്ടാണ്. എനിക്ക് പോളൻ അലർജി ഉണ്ട്, ഡസ്റ്റ് അലർജിയുണ്ട്. അപ്പോൾ തൂക്കുക, തുടയ്ക്കുക ഇതൊക്കെ എന്നെ ഇപ്പോൾ ഞാൻ ചെയ്യാണ്ടിരിക്കാൻ മാക്സിമം ഇവിടെ ഉള്ളവർ നോക്കുന്നുണ്ട്. ഞാൻ അത്രയും ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട്. അമ്മയാണ് ഇപ്പോൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. മുറ്റമൊക്കെ ക്ലീൻ ചെയ്യുന്നത് അലനും. കാരണം ഞാൻ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ കിടന്ന് തുമ്മി മരിക്കുന്നത് അവർ തന്നെ കാണണം. അറ്റ് ലാസ്റ്റ് അലൻ എന്നെ ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ ക്ലീനിങ് ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ടാണ് അത് കാണാത്തത്. വല്ലപ്പോഴുമാണ് ഞാനിപ്പോൾ മോപ്പ് ചെയ്യുന്നത് തന്നെ, അമ്മ ഇവിടെ ഇല്ലെങ്കിൽ മാത്രം. പിന്നെ ഞാൻ നല്ല രീതിക്ക് ഒതുക്കും. സാധനങ്ങളൊക്കെ അടുക്കി പിറക്കി ഷീറ്റൊക്കെ വിരിച്ച് അതെല്ലാം അങ്ങനെ സെറ്റാക്കി വെക്കും. വീട് ക്ലീൻ ചെയ്യേണ്ട ആൾക്ക്, അല്ലെങ്കിൽ ആരാണോ, അമ്മയാണ് അലനാണെങ്കിലും, അവർക്കങ്ങ് തൂത്ത് പോയാൽ മതി, അല്ലെങ്കിൽ തുടച്ചു പോയാൽ മതി. ഒരു സാധനം അവിടുന്ന് ഇവിടുന്ന് പറക്കേണ്ടി വരത്തില്ല. അതെല്ലാം ഞാൻ തന്നെ ചെയ്തോളും. മണ്ണ് മാത്രം തൂത്ത് കളഞ്ഞാൽ മതി. ഒരു കഷ്ണം പേപ്പർ ആണെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് എടുത്ത് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടും. അങ്ങനെ ഞാൻ ആലനും കുക്കൂനും കൂടെ ഒരുമിച്ചങ്ങ് ചോറിടുവാണ് കേട്ടോ. ഇതാകുമ്പോൾ ഈ ഒരു ഒറ്റ പാത്രം കഴുകി വെച്ചിട്ട് എനിക്കങ്ങ് കയറി കിടക്കാം. ഇവർ രണ്ടുപേരും കഴിച്ച് കഴിയുമ്പോൾ ഞാൻ ഇതേ പാത്രത്തിൽ ചോറിടും. ഇതിൻ്റെ കൂടെ ഞാനും കഴിക്കത്തില്ല. കാരണം തലയൊക്കെ പിച്ചി വലിച്ചൊക്കെ എനിക്ക് കഴിക്കണം. അത് ഇതിൻ്റെ ഇടയിൽ നടക്കത്തില്ല. ഇവർക്ക് 2 പേർക്കുമുള്ള മീനും 2 വറുത്ത മീനും കുറച്ച് ബീട്രൂട്ടും ഒക്കെ വെച്ചു. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ നാളെ ഇനി നിലു വലുതായിട്ട് വീഡിയോ കാണുമ്പോൾ പണ്ട് എനിക്കിവിടെ മീൻ വറുത്തിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വരുന്നതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത് ഫുട്ബോൾ കോച്ചിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അവനെ ഫുട്ബോൾ കോച്ചിങ്ങിന് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ഇന്ന് തന്നെ പോകണമെന്ന്. അപ്പോൾ നമുക്കിങ്ങനെ, ഞാൻ പറഞ്ഞുവല്ലോ വേളാങ്കണ്ണി ട്രിപ്പുണ്ട്, ട്രിച്ചിയിൽ പോകണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചേർക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആൾക്കത്ര തൃപ്തി പോരാ. ഇന്ന് തന്നെ പോയാൽ കൊള്ളാമെന്നുണ്ട്. ഫുട്ബോൾ ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ അദൃശ്യമായൊരു ബോൾ തട്ടിയാണ് വീട്ടിൽ നടക്കുന്നത്. ഞാൻ ഇവർക്ക് 2 പേർക്കും വാരി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അപ്പനൊന്ന് വന്നു പോയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്തിരി വറുത്ത മീൻ ചോറിൽ വെച്ചിട്ട് വേണമെന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു പിടിയെടുത്ത് കൊടുത്തു. അപ്പൻ്റെ തല ഫ്രെയിമിൻ്റെ വെളിയിലായിപ്പോയി. അങ്ങനെ അത് കറക്റ്റ് വരും എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടേണ്ട രീതിക്കായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ട് അപ്പൻ്റെ തല കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അലന് 2 മണിയാകുമ്പോൾ തിരിച്ച് സിജിയിലേക്ക് പോകണം.
അപ്പോൾ 12:30 1 ആയി ഇവർ ചോറ് കഴിച്ചപ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് അലൻ ഇനിയിപ്പോൾ മേളിൽ പോയി ഒന്ന് ഫ്രഷായി അങ്ങനെ അങ്ങ് പോവും. ഞാനും കുക്കു സാറും എന്തേ ഉറങ്ങാൻ പോവാണ്. അമ്മയും നിലു ഇനി ഇല്ലിയും ചീടുത്തുന്ന അവന് ചോറൊക്കെ കൊടുത്തിട്ട് പതുക്കെ കറങ്ങി കറങ്ങി വരും. അമ്മ എത്തുമ്പോഴേക്കും അവൻ തോളിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും. കിടന്നിട്ടും ആ പില്ലോ വെച്ചിട്ട് ഫുട്ബോൾ കളിക്കുന്നതിന് ഞാൻ അവനെ കിളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.